വളരെ ഫേമസ് ആയിട്ടുള്ള സാൻ സെബാസ്റ്റ്യൻ അല്ലെങ്കിൽ ജപ്പാനീസ് ചീസ് കേക്കിന്റെ റെസിപ്പിയാണെന്ന്. ടെമ്പറേച്ചറിൽ കുറച്ച് വേരിയേഷൻസ് വന്ന കാരണം കേക്കിന് കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് കിട്ടി. ബേക്ക് ചെയ്യാനായിട്ട് വെച്ച ശേഷം 1 മണിക്കൂറിനടുത്ത് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതോടുകൂടി ഈ ഒരു കേക്ക് ഫ്ലോപ്പ് ആയി പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ ഒരു കേക്കിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. 100 ഗ്രാം ക്രീം ചീസും 35 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറും ഒരു ബൗളിലേക്ക് മാറ്റാം. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു പാത്രത്തിൽ നല്ല ചൂടുവെള്ളം എടുത്തിട്ട് ഈ ഒരു ബൗൾ അതിന്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള 76 ml മിൽക്ക് ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണോളം വരും. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല സ്മൂത്ത് ബാറ്റർ ആവുന്നത് വരെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള 2 എഗ്ഗിൻ്റെ വൈറ്റ് പോർഷൻ മാത്രം ഒരു ബൗളിലേക്ക് ഇട്ട് നന്നായിട്ട് സ്റ്റിഫ് പീക്ക് ആവുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 40 ഗ്രാം പൊടിക്കാത്ത പഞ്ചസാര നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് ഒരു 1/2 മിനിറ്റ് അതിന് ശേഷം നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ, ഇതുപോലെ നല്ല സ്റ്റിഫ് പീക്കിൽ നമുക്ക് എഗ് വൈറ്റ് കിട്ടും. ഈ എഗ് വൈറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. നേരത്തെ മാറ്റി വെച്ച ക്രീം ചീസിന്റെ മിക്സിലേക്ക് 35 ഗ്രാം മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. മാറ്റി വെച്ചിട്ടുള്ള 2 എഗ് യോക്സും ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് വൈറ്റിൽ നിന്നും കുറച്ച് മാത്രം ഇതിലേക്ക് ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള എഗ് വൈറ്റും കൂടി ഇതിലേക്ക് ഇട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സിങ്ങിന്റെ ടൈമിൽ ഓവർ മിക്സ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. 6 ഇഞ്ചിന്റെ പാനിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാം. നന്നായി ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞതിന് ശേഷം ഇനി ഒരു വലിയ പാത്രം എടുത്തിട്ട് കുറച്ച് തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ഈ ബാറ്റർ ഒഴിച്ച കേക്ക് ടിന്നെ നമുക്ക് അതിലേക്ക് ഇറക്കി വെക്കാം. 150 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാം. 30 മിനിറ്റിന് ശേഷം അവൻ്റെ ഡോർ ഒരു 5-6 സെക്കൻഡ് തുറന്ന് വെച്ചിട്ട് ഒരു 150 ഡിഗ്രിയിൽ 50 to 60 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്യാം. ഓരോ ഓവനനുസരിച്ച് ടെമ്പറേച്ചർ വ്യത്യാസമായിരിക്കും കേട്ടോ. നോർമൽ കേക്കിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കേക്ക് ചൂടോട് കൂടിയോ തണുപ്പിച്ചോ നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.